ഇന്ന് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മലബാർ ഭാഗങ്ങളിലൊക്കെ തയ്യാറാക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. ഉള്ളിപ്പത്തിരി. നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ, എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഈ ഒരു ഉള്ളിപ്പത്തിരിക്ക്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. രാവിലെ ഉണ്ടാക്കിയാൽ രാത്രി പോലും ഇത് നല്ല സോഫ്റ്റായിട്ട് അതുപോലെ തന്നെ ഇരിക്കും. ചിക്കൻ കറിയുടെ കൂടെയൊക്കെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ചിക്കൻ കറിയുടെ കൂടെ മാത്രമല്ല കേട്ടോ, ഏത് കറിയുടെ കൂടെയും നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2.5 കപ്പ് അരിപ്പൊടിയുടെ കണക്കിലാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 4 കപ്പ് വെള്ളം ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലിന് പകരം നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് വെള്ളം വെട്ടി തിളച്ചതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, ആ ഒരു അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിലായിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ കമ്പനിയുടെയും അരിപ്പൊടി വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ കറക്റ്റ് മെഷർമെൻറ്റ് പറയാൻ പറ്റില്ല. ആദ്യം നിങ്ങൾ 2 കപ്പ് അരിപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ച് വെള്ളം അധികമായി തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് കൂടി അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇത് കറക്റ്റ് ഈ ഒരു പാകത്തിലായി കിട്ടുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കണം. ആ സമയത്ത് നമ്മുടെ അരിപ്പൊടി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് കണ്ടല്ലോ, ഞാനിപ്പോൾ ഇവിടെ 2.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലതുപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം വെള്ളമൊക്കെ വറ്റിയെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് മാറിക്കിട്ടണം. ചൂട് കുറച്ചൊന്ന് മാറിയതിന് ശേഷം വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അതിനായിട്ട് കുഴച്ചെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിതൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് പോകാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം വേണം ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ചൂട് പോകാനായിട്ട് ഇതിങ്ങനെ തുറന്ന് വെക്കരുത്, അപ്പോൾ ചിലപ്പോൾ ഡ്രൈ ആയി പോകും. നമുക്കിതിവിടെ അടച്ചിങ്ങനെ മാറ്റി വെക്കാം. കുറച്ച് സമയം കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ചൂട് മാറി കിട്ടിക്കോളും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ചൂട് കുറച്ചൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാം എന്നുള്ള ഒരു പാകത്തിലായി കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില കുറച്ച് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുത്തോളൂ. മല്ലിയിലയുടെ ആ ഒരു ടേസ്റ്റൊന്നും നമ്മുടെ ഒരു പത്തിരിക്ക് കിട്ടില്ല. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. മല്ലിയില മാത്രമല്ല ഏത് ടൈപ്പ് ഇല വേണമെങ്കിൽ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതായത് ഉലുവച്ചീര അല്ലെങ്കിൽ മുരിങ്ങ ഇലയൊക്കെ നമുക്ക് ചേർത്തിട്ട് ഇതുപോലെ ഇതിലേക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. മുരിങ്ങ ഇലയൊക്കെ ചേർക്കുമ്പം കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കുമല്ലോ. മുരിങ്ങ ഇലയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. മനസ്സിലാവുകയില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ഇനി ഇതിങ്ങനെ കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളത്തിലിങ്ങനെ കൈയൊന്ന് മുക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റും. ഇത് കണ്ടല്ലോ, ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഉള്ളി എത്ര ചേർക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ഉള്ളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് കുനുകുനാന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോൾ നമുക്കിത് പരത്താനൊക്കെ എളുപ്പമായിരിക്കും. എപ്പോഴും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ എല്ലാം നമുക്കിതുപോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പോളം ചെറിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും. തേങ്ങ കൂടി ചേർത്തിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഇതാ എല്ലാം നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് മാറ്റി വെക്കാം. എത്ര വലുപ്പത്തിലുള്ള പത്തിരിയാണോ നമുക്ക് ആവശ്യം അത്ര വലുപ്പത്തിലുള്ള ബോൾസാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞു കുഞ്ഞു പത്തിരിയായിട്ടാണ് ചുട്ടെടുക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വലുപ്പത്തിലുള്ള ബോളാണ് തയ്യാറാക്കുന്നത്. അത് കൈയുടെ അടിയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഉരുട്ടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സവാള ചെറുതായിട്ട് കട്ടിയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാനും പരത്തിയെടുക്കാനും ഒക്കെ പറ്റും. ഇത് കണ്ടല്ലോ, ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ആദ്യം ഉരുട്ടിയെടുക്കണം. ക്രാക്കൊന്നും ഇല്ലാതെ നല്ല ഫൈൻ ബോൾസായിട്ട് വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ കൈയുടെ അടിയിൽ കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത ശേഷം ഒന്നിങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നു അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ മാത്രം മതി. അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് നനച്ചിട്ട് ഇങ്ങനെ ചെയ്താലും മതി. എന്നിട്ട് നല്ലതുപോലെ എല്ലാം ഒരേ വലുപ്പത്തിൽ നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം.
ഇത് കണ്ടല്ലോ, ഇതെല്ലാം ഇതേപോലെ ഞാനൊന്ന് ഉരുട്ടിയെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ എല്ലാം ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ 16 ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് ഒരു ഉരുളി എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം. ആദ്യം ഉരുള ചെറുതായിട്ടൊന്ന് ഓയിലൊന്ന് ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. പൊടി വെച്ചിട്ടല്ല, എണ്ണ വെച്ചിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ബോൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു ബട്ടർ പേപ്പർ കൂടി വെച്ച് കവർ ചെയ്തിട്ട് ഒരു പ്ലേറ്റ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. നല്ലതുപോലെ തന്നെ ഈവൺ ആയിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇങ്ങനെ ചപ്പാത്തി പലകയിൽ സാധാരണ പരത്തുന്നത് പോലെ അങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പ്രസ് ഉണ്ടാവുമല്ലോ, ഈ പ്രസ്സിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇല്ലെങ്കിൽ അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ബോൾ വെച്ചിട്ട് വീണ്ടും ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഒരു പ്ലേറ്റ് യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്തെടുക്കാം. ഇതേപോലത്തെ പ്ലേറ്റിന് പകരം സ്റ്റീൽ പ്ലേറ്റോ മൂടിയോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതേപോലത്തെ പ്ലേറ്റ് ശക്തി കൊടുക്കുമ്പോൾ ചിലപ്പം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. എല്ലാം ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പത്തിരി ഒന്ന് ചുട്ടെടുക്കണം. കല്ല് നന്നായിട്ട് ചൂടായതിന് ശേഷം ഈ ഒരു പത്തിരി വെച്ച് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചുവിട്ടൊന്ന് ചുട്ടെടുക്കണം. തിരിച്ചും മറിച്ചുവിട്ട് ചുട്ടെടുക്കുന്ന സമയത്ത് കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു പത്തിരി നമുക്ക് നോൺ സ്റ്റിക്ക് പാനിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ നെയ്യോ എണ്ണയോ ഒന്നും ഇല്ലാതെ ചുട്ടെടുക്കാവുന്നതാണ്. നെയ്യുടെ ഫ്ലേവർ ഈ ഒരു പത്തിരിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉള്ളിയൊക്കെ ഉള്ളതാണല്ലോ, അപ്പോൾ നല്ലോണം മുരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല മണമൊക്കെ ആയിരിക്കും. ഇതിന് മുകളിലായിട്ട് തിരിച്ച് മറിച്ച് വിടുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് നെയ്യ്, വളരെ കുറച്ച് നെയ്യൊന്ന് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ വേറൊരു കല്ലിൽ നമ്മൾ അടുത്ത പത്തിരി കൂടി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ചുട്ടെടുക്കാൻ പറ്റും. ഈ സമയത്ത് ഞാൻ വേറൊരു കല്ലും കൂടി വെച്ചിട്ടുണ്ട്, അതിലും കൂടി പത്തിരി ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അതല്ല വലിയ പാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 2ഉം 3ഉം പത്തിരിയൊക്കെ ഒരേ സമയത്ത് ഒരു പാനിൽ തന്നെ ചുട്ടെടുക്കാനും പറ്റും. അപ്പോൾ ഇതാ ആദ്യത്തെ പത്തിരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ഒരു പത്തിരിയാണിത്. കാസറോളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി നെയ്യ് ഞാനൊന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മണമായിരിക്കും. ഇതിങ്ങനെ അടച്ച് വെക്കും, നമ്മൾ കാസറോൾ അപ്പോൾ തന്നെ അടച്ച് വെക്കുമല്ലോ, പിന്നീട് തുറക്കുന്ന സമയത്തൊക്കെ നല്ല സ്മെല്ലായിരിക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചുട്ടെടുക്കുന്ന പത്തിരി വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലും ഇതുപോലെ കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കണം. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് അടുത്ത പത്തിരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നെയ്യ് തേച്ച് കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ എല്ലാം എല്ലാ പത്തിരിയും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിവിടെ സെർവ് ചെയ്തിരിക്കുന്നത് ചിക്കൻ കറിയുടെ കൂടിയാണ്. ഇത് സാധാരണ ചിക്കൻ മുളകിട്ട ഒരു കറിയാണ്. ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ കറിയുടെ റെസിപ്പിയൊന്നും ഞാൻ പ്രത്യേകിച്ചിട്ട് കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ മുളകിട്ട കറി കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇതാ നോക്കാം, നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നത്. ഇതിപ്പം എങ്ങനെയാണുള്ളത് ഇതേപോലെ തന്നെ ഉണ്ടാവും. രാത്രിയായിട്ട് നമ്മളിതെടുത്ത് കഴിക്കും. രാവിലെ ഉണ്ടാക്കിയിട്ട് രാത്രി കഴിക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ സോഫ്റ്റായിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പം വെജിറ്റേറിയൻ ഒക്കെ ആണെങ്കിൽ സ്റ്റൂയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. സ്റ്റൂയുടെ കൂടിയും ബാജിക്കറിയുടെ കൂടിയും അതുപോലെ വെജിറ്റബിൾ കുറുമയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം എന്നുള്ളതാണ് ഈ ഒരു പലഹാരത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.